ഇനിയും സ്ലീബായിലേക്ക് നമുക്ക് നോക്കണം. സ്ലീബായിൽ നിന്ന് നാം പഠിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മളുടെ ജീവിതത്തിന്റെ പ്രമാണമായി, അടിസ്ഥാനമായി, പ്രചോദനമായി വരികയും വേണം. സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കാൽവറിയിൽ യാഗമായി നമുക്ക് വേണ്ടി പരിത്യാഗത്തിലും സ്നേഹത്തിലും കുതിർന്ന സമ്പൂർണമായ ബലിയർപ്പണം മുഖാന്തരമായി നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര് എന്ന് പൗലോസ് അപ്പോസ്തലൻ മറ്റൊരിടത്ത് ചോദിക്കുന്ന പ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മളുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കണം. അടിസ്ഥാനപരമായി നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ സ്വയം സമർപ്പിക്കുന്ന ദിവസങ്ങളായി വരും നാളുകളെ, നോമ്പിന്റെ നാളുകളെ നമ്മൾ പാകപ്പെടുത്തണം, പരുവപ്പെടുത്തണം എന്ന് സഭ നമ്മളോട് ഉപദേശിക്കുന്നു. ഈ വലിയ നോമ്പിന്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ, ഈ ക്രൂശിൽ നിന്ന് നിർഗമിച്ചു വരുന്ന പ്രമാണങ്ങൾ എന്താകുന്നു എന്ന് സഭ നമ്മളെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ആഴ്ചകളിലെല്ലാം. ഒന്നാമത് രൂപാന്തരമാണ്. വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെട്ടതുപോലെ മരിച്ച് ഖബറടക്കപ്പെട്ട കർത്താവ് പുനരുദ്ധാനം ചെയ്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ തേജസ് ധരിച്ചുകൊണ്ട് അന്ധകാരത്തെ മായിച്ച് പ്രകാശത്തിന്റെ ഒരു പുതിയ ചുറ്റുവട്ടം സൃഷ്ടിച്ച പ്രകാരം രൂപാന്തരത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ഈ രൂപാന്തരത്തിന്റെ വഴിയിൽ പരിശുദ്ധ സഭ നമ്മളോട് പറയുകയാ, അടിസ്ഥാനപരമായി നമ്മൾ രോഗാതുരമായ ഒരു സമൂഹമായി മാനവകുലം രൂപപ്പെട്ടുപോയി. സൗഖ്യം വേണ്ടതുണ്ട്. ശരീരത്തിന് സൗഖ്യം ഉണ്ടാവണം, മനസ്സിന് സൗഖ്യം ലഭിക്കേണ്ടതുണ്ട്. ശരീര മനസ്സുകൾ സൗഖ്യം പ്രാപിക്കുന്നത് വഴി ആത്മാവ് ദൈവ തിരുസന്നിധിയിൽ ഉയരുകയായി. ആത്മശരീര മനസ്സുകളുടെ സൗഖ്യം ഈ രൂപാന്തരത്തിന്റെ അടിസ്ഥാനമായി വരും. രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മൾ രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ എഴുതുന്ന 2-ാം ലേഖനം 2-ാം അധ്യായം 24 പറയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരമായി സൗഖ്യത്തിന്റെ പുത്തൻ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരികയായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. രോഗാതുരമായ ഒരു മനസ്സ്, ബന്ധനത്തിൽ, പൈശാചികമായ ബന്ധനത്തിൽ ആണ്ടുപോയിരിക്കുന്ന ദുർവൃത്തികൾക്കും ദുർവിചാരങ്ങൾക്കും ബന്ധിതമായി പോയിരിക്കുന്ന തിന്മയാറുന്ന കൂട്ടുകെട്ടുകളുടെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് അവർ രോഗാതുരരാണ്. രോഗാതുരമായ മനസ്സാണ് ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിലേക്ക് നയിക്കുന്നതെങ്കിൽ നമ്മൾ സൗഖ്യപ്പെടേണ്ടത് ആവശ്യമുണ്ട്. ആ സൗഖ്യം ലഭിക്കുന്ന കർത്താവിലേക്ക് വരേണ്ടതുണ്ട്.
നമ്മളുടെ തെറ്റായ പ്രവണതകളുണ്ട്, തെറ്റായ സമ്പ്രദായങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. അടിസ്ഥാനപരമായി രൂപാന്തരപ്പെടുന്നതിൽ നിന്നും നമ്മൾ വിമുഖരായിരിക്കുന്ന, തമ്പുരാൻ പോലും കാണണ്ട എന്ന് വെച്ച് എവിടെയോ ഹൃദയത്തിന്റെ മൂലയിൽ നമ്മൾ താലോലിച്ചു വളർത്തുന്ന തിന്മയുടെ പ്രേരണകളും അതിനനുസരണമായി നമ്മൾ ആകെക്കൂടെ ബന്ധിതമായി പോകുന്ന, ബന്ധനത്തിലായി പോകുന്ന ഒരു രോഗാതുരാവസ്ഥ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ആകെക്കൂടെ ഈ നോമ്പിലുള്ള 8 ഞായറാഴ്ചകളിൽ 5 ഞായറാഴ്ച, 1-ാം ഞായറാഴ്ച വെള്ളം വീഞ്ഞാക്കിയതും, 7-ാം ഞായറാഴ്ച ഓശാന പെരുന്നാളിൽ കർത്താവിനെ സ്വീകരിപ്പാൻ ജനം പുറപ്പെടുന്നതും, ഓശാന പെരുന്നാൾ, 8-ാമത്തെ ഞായറാഴ്ച കർത്താവിന്റെ പുനരുത്ഥാനം, 8 ഞായറാഴ്ചകളിൽ 3 ഒഴികെ 5 ഞായറാഴ്ചകളിൽ രോഗാതുരമായി പോകുന്ന വ്യക്തികളും രോഗാതുരമാകുന്ന ഒരു സമൂഹവും കുടുംബ അന്തരീക്ഷവും അതിന്റെ ബന്ധനങ്ങളും അതിൽ നിന്നുള്ള വിമോചനവും നമ്മളുടെ ആത്മശരീര മനസ്സുകൾക്ക് വേണ്ടിയിരിക്കുന്നു. ഈ നോമ്പിലുള്ള മുഖ്യമായ സന്ദേശം എന്ന ചോദ്യത്തിന്, എന്താണ് ചോദ്യത്തിന്? സഭ നൽകുകയാ. രോഗാതുരമായി പോയി കുഞ്ഞെ, നിന്റെ മനസ്സ് നിന്റെ ശീലങ്ങൾ കൊണ്ട്, ദുശീലങ്ങൾ കൊണ്ട്, ദുർവൃത്തികൾ കൊണ്ട്, ദുർമോഹങ്ങൾ കൊണ്ട് എന്നിങ്ങനെ അതിൽ നിന്നുള്ള വിമോചനം ആവശ്യമുണ്ട് നിനക്ക്. 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച്, അങ്ങനെയാണ് വചനം, കൂനിപ്പോയിരിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് കണ്ടിട്ടലിഞ്ഞ് അവൾ ആവശ്യപ്പെടാതെ തന്നെ അവളുടെ ഉൾത്തേങ്ങൽ മനസ്സിൽ ഒപ്പിയെടുത്തുകൊണ്ട് കർത്താവ് പ്രതിസ്പന്ദിക്കുകയായി. അവളെ നോക്കി, കുഞ്ഞെ നിവർന്നു നിൽക്ക്, നിവർന്നു നിൽക്ക്, നിന്റെ പാപങ്ങളൊക്കെ നിനക്ക് മോചിച്ചത് നീ നിവർന്നു നിൽക്കുന്ന പറഞ്ഞ് അവളെ സ്പർശിച്ച് അവളുടെ തലയിൽ കൈവച്ച് ദൈവം തമ്പുരാൻ അവളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുകയാണ്. അങ്ങനെ ഒരു വിമോചനത്തിന്റെ ത്വരയോടുകൂടെ, ഉത്കടമായ അഭിവാഞ്ചയോടുകൂടെ ശാബത്ത് ദിവസം തമ്പുരാനെ കാണാനും വചനം കേൾക്കാനുമാണ് അവൾ സംഘാലയത്തിലേക്ക് കടന്നു വന്നത്. ഈ ഒരു അന്വേഷണം, ദൈവത്തെയുള്ള അന്വേഷണം കർത്താവ് തിരിച്ചറിയുകയാണ്. അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മളുടെ ഉള്ളറിയുന്ന തമ്പുരാൻ ആവശ്യപ്പെടാതെ ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് അടിവരയിടുകയാണ് എന്ന സുവിശേഷ ഭാഗത്തിൽ. നമ്മളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഒരു സംഭവം ഇങ്ങനെയുണ്ട്. തോമസും കുഞ്ഞുമറിയാമ്മയും, തോമാച്ചനും കുഞ്ഞുമറിയാമ്മയും ചെറുപ്പക്കാരാണ്, ദമ്പതികളാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, സമർത്ഥരാണ്, കൂട്ടായ്മയിൽ അവർ സംബന്ധിക്കുന്ന കുടുംബമാണ്. ഞായറാഴ്ചകളിൽ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നവരും കുർബാന അനുഭവിക്കുന്നവരുമാണ്. ഒരു സന്ദർഭത്തിൽ തോമാച്ചന് ഉത്കടമായ അതിശക്തമായ തലവേദന, അത് കഴിഞ്ഞ് ശരീരവേദന, സാമാന്യം ഭേദമായ ഒരു പ്രവൃത്തി ഇടമുണ്ട് അയാൾക്ക്, ഭേദമായ വരുമാനമുള്ള ഒരു പ്രവൃത്തിയിടം, ഒരു ഉദ്യോഗസ്ഥൻ. പക്ഷേ പ്രവൃത്തിയിടത്ത് വേണ്ടത്ര സംഘർഷമുണ്ട്. അത് അയാളുടെ സമീപനം കൊണ്ടാവാം, മേലുദ്യോഗസ്ഥരുടെയോ സഹപ്രവർത്തകരുടെയോ സഹകരണം ഇല്ലായ്മ കൊണ്ടാണെന്ന് അയാൾക്ക് തോന്നിയതാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചുറ്റുവട്ടം സൃഷ്ടിക്കപ്പെട്ടതാകാം. പരിശോധിക്കേണ്ടതുണ്ട്. പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്.
തോമാച്ചൻ ഒരു സന്ദർഭത്തിൽ കലശലായ തലവേദന, ശരീരവേദന ഞാൻ സൂചിപ്പിച്ച പോലെ സാധാരണഗതിയിൽ നാം ചെയ്യാറുള്ളതുപോലെ അതിനാവശ്യമായ മരുന്ന് അടുത്ത കടയിൽ പോയി ആവശ്യപ്പെട്ട് നാം ചെയ്യാറുള്ളതുപോലെ അത് ഉപയോഗിച്ചു നോക്കി 2-3 ദിവസം. പക്ഷേ വേദന ശമിക്കുന്നില്ല. ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ആരോഗ്യപരമായ കാരണങ്ങളിൽ ഇല്ലാതെ വരുന്നു. എന്നാൽ കുടുംബ ഡോക്ടറുണ്ട്. സാധാരണ കുടുംബമായി എന്തെങ്കിലും ഇതുപോലെയുള്ള രോഗം വരുമ്പോൾ കാണുന്ന ഡോക്ടറെ പോയി കണ്ടു. ഒരു നല്ല ക്രൈസ്തവ സാക്ഷ്യമുള്ള യുവ ഡോക്ടർ. അയാളുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. ഈ 2-3 ദിവസമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ പേരും പറഞ്ഞു. സാധാരണ തലവേദനയും ശരീരവേദനയും ഒക്കെ ആണെങ്കിൽ ഇത് മതിയല്ലോ തോമാച്ച, എന്താ എന്ന് അയാളുടെ ഉള്ളിലേക്ക് നോക്കി. ആഴമായി അയാളുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് ആ യുവ ഡോക്ടർ. ഒരല്പനേരം എടുത്തു. ഒരു ചർച്ചയിൽ എന്ന പോലെ ഉള്ളു തുറന്നു തോമാച്ചൻ. ഉള്ളു തുറക്കും വണ്ണം സമയമെടുത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവ ഡോക്ടറും. ഏറ്റവും ഒടുവിൽ ഞാനൊരു മരുന്ന് നിർദ്ദേശിക്കാം തോമാച്ചനോട് യുവ ഡോക്ടർ. അയാൾ തന്റെ കുറിപ്പടിയെടുത്ത് ഒരു മരുന്ന് നിർദ്ദേശിച്ചു. എന്നിട്ട് പറഞ്ഞു 5 ദിവസം 3 തവണ, 6-ാം ദിവസം റിവ്യൂ വന്ന് കാണണം. കുറിപ്പ് വാങ്ങിച്ച് തോമാച്ചൻ അവിടുത്തെ സാധാരണ വാങ്ങാറുള്ള മരുന്ന് കടയിൽ പോയി കുറിപ്പ് കാണിച്ചു. കുറിപ്പ് നോക്കി. ഫാർമസിസ്റ്റ് പറഞ്ഞു, ഈ മരുന്ന് ഇവിടില്ല. ഒരു നല്ല കടയാണല്ലോ, ഇവിടെ ഇല്ലാത്ത മരുന്ന് എവിടെ കിട്ടാൻ? അടുത്ത മരുന്ന് കടയിലേക്ക് അയാൾ അവിടെ ചെന്ന് ഈ മരുന്ന് ഈ കുറിപ്പടി കാണിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല. ആ ഫാർമസിസ്റ്റിന്റെ മുഖത്തൊരു ചിരി. അത് തോമാറ്റൊരു ഒരു പരിഹാസച്ചിരി പോലെയോ. ആ കുറിപ്പടി തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് ഇവിടെ കിട്ടില്ല. സാധാരണഗതിയിൽ ഡോക്ടർമാരുടെ കുറിപ്പടികളൊന്നും നമ്മൾ വായിക്കാൻ മെനക്കെടാറില്ല. തോമാച്ചനും വിദ്യാസമ്പന്നനാണ്, പക്ഷേ ഡോക്ടറുടെ കുറിപ്പടിയല്ലേ, അത് ഫാർമസിസ്റ്റ് മനസ്സിലാക്കിക്കൊള്ളു. പക്ഷെ ഈ 2 മരുന്ന് കടയിലും കിട്ടാത്ത മരുന്ന് എന്താണ്? ആ 2ാമത്തെ ഫാർമസിസ്റ്റിന്റെ മുഖത്തെ ഒരു ഭാവം ഒന്ന് നോക്കിക്കളയാൻ നോക്കി. അത് വായിച്ചപ്പോൾ അല്പം ശുണ്ഠി വന്നു. ഇതെന്ത്? എന്നെ ആക്ഷേപിക്കുകയാണോ? എന്നെ ചെറുതാക്കുകയാണോ? കളിയാക്കുകയാണോ? അയാൾ വീണ്ടും വായിച്ചു. അതങ്ങ് പിച്ച് കീറിക്കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ വീണ്ടും അല്ല, നമ്മളുടെ ഡോക്ടറല്ലേ, സ്നേഹിതനല്ലേ, കുടുംബത്തിന് വേണ്ടപ്പെട്ടവൻ പോലെ ഇന്നാളുകളിലെല്ലാം. അയാൾ അത് കൊണ്ട് വീട്ടിൽ പോയി. ഭാര്യ ചോദിച്ചു, ഡോക്ടറെ കണ്ടു? മരുന്ന് തന്നു. അയാൾ ഉൾമുറിയിലേക്ക് പ്രവേശിച്ചു, കിടക്കമുറിയിലേക്ക് പ്രവേശിച്ചു. ആ കുറിപ്പടി ഒന്നുകൂടെ നിവർത്തി നന്നായി നോക്കി. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. ഇത് ദിവസം 3 പ്രാവശ്യം 5 ദിവസം. അയാളുടെ കുടുംബം, അയാളുടെ കിടപ്പുമുറിയിൽ ഒരു മേശയുണ്ട്, അതിൽ വേദപുസ്തകം. അയാൾ മുഴങ്കാലുകൾ മടക്കി ദൈവവചനം നിവർത്ത് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ ഉറക്കെ വായിച്ചു. സഹോദരന്മാരെ, സഹോദരിമാരെ,
ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം പ്രത്യേകമായി എടുത്ത് നിങ്ങളുടെ മുമ്പിൽ അതേ സംബന്ധിച്ച് അതിന്റെ പിമ്പിലുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് പ്രചോദനമായത് ഇന്ന് പൗലോസ് അപ്പോസ്തലന്റെ ലേഖന ഭാഗത്തു നിന്ന് വായിച്ചത് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വാക്യമാണ് എന്നോ ഒരിക്കൽ ഒരിടത്ത് തോമസിന്റെ ജീവിതത്തെ സമഗ്രമായി രൂപാന്തരപ്പെടുത്തിയത്. നിന്റെ ശരീരത്തെ നീ നിന്റെ യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. യാഗമായി സമർപ്പിക്കണം. Dedicate your bodies as a sacrifice to the Lord and submit yourself so that your mind becomes renewed, absolutely renewed. നിന്റെ ശരീരത്തെ നീ ദൈവത്തിന് സമർപ്പിക്കുകയും നിന്റെ മനസ്സിനെ നീ സമഗ്രമായ രൂപാന്തരത്തിനായ ദൈവകരങ്ങളിൽ വെച്ചു കൊടുക്കുകയും ചെയ്താൽ നിനക്ക് സൗഖ്യം വരും. നിന്റെ പ്രവൃത്തിയുടെ മെച്ചമായി വരും. നിനക്കൊരു ഉന്നത ഭാവമുണ്ടല്ലേ, ആ ഉന്നത ഭാവം നിന്റെ സഹപ്രവർത്തകരിൽ അടിച്ചേൽപ്പിക്കുവാൻ നീ ശ്രമിക്കുന്നുണ്ടാവും. നിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പൂർണ്ണമായി അവർക്ക് വിധേയപ്പെടുവാൻ നിന്റെ ഈ അഹംഭാവം അതിന് തടസ്സമായി നിൽക്കുന്നുണ്ടോ? നിനക്ക് മുകളിൽ പ്രവർത്തിക്കുന്നവരും നിന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരുമായി നിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരുമായി നീ പൊരുത്തപ്പെട്ടു പോകുന്നതിൽ നിനക്ക് സംഘർഷമുണ്ടാകുന്നത് വഴി അതൊരു പ്രത്യേക സന്ദർഭത്തിൽ അത് രോഗമായി മാറുകയായി. നിനക്ക് തന്നെ പരിഹരിക്കാനാവാത്ത പ്രശ്നമായി അത് ഉരുത്തിരിയുകയായി. കുഞ്ഞെ, നീ എന്തു വേണം ഈ നോമ്പിൽ? സഭ നമ്മളോട് പറയുകയായി. ഇന്ന് പാതി നോമ്പ് കഴിഞ്ഞു വരുന്ന ഈ ഞായറാഴ്ച പ്രത്യേകമായി നമ്മളോട് പറയുക, മക്കളെ, dedicate your bodies as a sacrifice and submit yourselves absolutely that your mind becomes renewed. നിന്റെ ശരീരം ദൈവത്തിന് സമർപ്പിക്കണം. നിന്റെ മനസ്സ് രൂപാന്തരത്തിനായി നീ പരിപൂർണമായി ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നിന്റെ ജീവിതം ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ഉയരുകയായി. പ്രിയമുള്ളവരെ, നമ്മളുടെ മനസ്സിന്റെ സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങൾ ശരീരത്തിന്റെ വേദനയും ആ മനസ്സിന്റെയും ശരീരത്തിന്റെയും വേദനകൾ രോഗാതുരമായ ഒരു ആളത്വം, ഒരാൾ നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ ദുശീലങ്ങൾ കൊണ്ടാകാം, ദുർവൃത്തികൾ കൊണ്ടാവാം, നിന്റെ അഹംഭാവം കൊണ്ടാകാം, ജീവിത പങ്കാളിയോട് പൊരുത്തപ്പെട്ട് വിധേയപ്പെട്ടു പോകുവാനുള്ള നിന്റെ അഹംഭാവം കൊണ്ട്, അഹങ്കാരം കൊണ്ട്. നമുക്കെല്ലാവർക്കും ഇതൊക്കെ സാധാരണമായി ഉണ്ടാകാവുന്നതാണെന്ന് സഭ നമ്മളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാ, മക്കളെ, 18 സംവത്സരമായി ദുരാത്മാവ് കൊണ്ട് കൂരുപിടിച്ച ഒരു സ്ത്രീയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് പറയിപ്പിക്കുകയാ, ഈ കൂന് നിവരണോ? നിവർന്നു നിൽക്കാൻ നിനക്ക് കൽപ്പുണ്ടാകണമോ? മക്കളെ, നിന്റെ ശരീരം കർത്താവിന് സമർപ്പിക്കണം. മനസ്സ് രൂപാന്തരപ്പെടേണ്ടതിന് ദൈവകരങ്ങളിൽ നീ വിധേയപ്പെട്ടു കൊടുക്കണം. നിന്റെ ശരീര മനസ്സുകളെ അപ്പോൾ ആത്മാവിന്
വീണ്ടെടുപ്പിന്റെ പുത്തൻ അനുഭവം, രൂപാന്തരത്തിന്റെ അനുഭവം, ആത്മശരീര മനസ്സുകളുടെ സമഗ്രമായ മാറ്റം, ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭ നിന്റെ ജീവിതത്തിലേക്ക് വരും. ഈ നാളുകളിൽ അതിനുള്ള അവസരമാണെന്ന് സഭ നമ്മളോട് പ്രത്യേകമായി ഇന്ന് നിർദ്ദേശിക്കുന്നു. വിധേയപ്പെടുമോ? ദൈവവചനത്തിലേക്ക് തിരിയുമോ? വചനം നമ്മളോട് സംസാരിക്കും. വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ തോമച്ച, നീ നിന്റെ മനസ്സ് ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുക്ക. മുഴങ്കാലുകളെ മടക്ക്, വചനത്തിലേക്ക് പോകും. വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് സംസാരിക്കുന്നുവെങ്കിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്ക് നീ കേൾക്കുമോ? ഈ നോമ്പ് അനുഗ്രഹീതമായി തീരുവാൻ ദൈവവചനം നമ്മളോട് ഇടപെടട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മൾ ഏവരിലും ഉണ്ടാകുമാറാണ്.